എന്നെ വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് പേടിയായിപ്പോയി. ആ ഒരു സമയത്ത് ഞാൻ പുറകിൽ ഒരു കടിയും ഒരു മാന്തും കൊടുത്തിട്ടുണ്ട്. അത് പാടിപ്പോഴും ഉണ്ട്. ഇന്നലെ വരെ മാനു എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. നിന്റെ കാല് പിടിക്കുക, എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാനാവുന്നില്ല. നമ്മൾ പ്രതികരിച്ചിരുന്നില്ല ഒരു സമയത്ത്? ഒരു വട്ടം പ്രതികരിച്ചു. എപ്പോഴാണ് സഫയ്ക്ക് മനസ്സിലായി തുടങ്ങിയത് മെഹനാസ് ഇങ്ങനെ സൈക്കോ ആയി മാറി തുടങ്ങി? അല്ലെങ്കിൽ ഒന്ന് ശാരീരികവും മാനസികമൊക്കെ ആയിട്ടും തളർത്തും. ഇതിപ്പോ ഈ അടുത്ത് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ തെളിവുകളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ഡൗൺ ആക്കി കളയും. അത് നമ്മള് വാടകക്ക് താമസിച്ച സമയത്ത് മാനുവിന്റെ ഏതോ ഒരു ഫ്രണ്ട് വിളിച്ച സമയത്ത് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് എന്നെ തല്ലി തുടങ്ങിയത്. ഞാൻ അത് ചോദിച്ചു, ഇതെന്താ സംഭവം, ഇതാരാ എന്നുള്ളൊരു ചോദ്യത്തിലാണ് എനിക്കിങ്ങനെ കിട്ടി തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ സൗണ്ട് ആക്കിയ മാനുവിന് ദേഷ്യം വരും. നമ്മ തല്ലുമ്പോൾ നമ്മൾ അലറാൻ പാടില്ല, നമ്മ മിണ്ടാൻ പാടില്ല. നമ്മ അങ്ങനെ മിണ്ടുമ്പോൾ അടി ഇരട്ടിയാവും, അധികം കിട്ടും. മിണ്ടാണ്ട് അടി കൊള്ളണം. റിഫ മരിച്ചതിന് പിന്നില് മെഹനാസ് ആണ്. അപ്പോ സഫയ്ക്ക് എന്തെങ്കിലും ദുരൂഹമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് ദുരൂഹത തോന്നിയെന്ന് പറയില്ല. എന്റെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ അവൾ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നണില്ല. മൂന്നാറിൽ വെച്ചിട്ട് അവളെ ഇതുപോലെ വേറൊരു അഫെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച സമയത്ത് പോലും സൂസൈഡ് ആകാത്ത ഒരു വ്യക്തി, അത്ര ഹാപ്പി ആയിട്ട് വരുന്ന ഒരാൾ ഒരിക്കലും സൂസൈഡ് ചെയ്യാൻ തോന്നുന്നില്ല. മൂന്നാർ വെച്ച് ചെയ്യാത്ത ആള് ഇവിടെ വെച്ചിട്ട് ആ ഒരു കാരണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ തെറ്റ് ചെയ്യാണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളെ പോലെ തോന്നി സംസാരത്തിലൊക്കെ. നമുക്ക് മറ്റാളുടെ വശം നമുക്ക് കേൾക്കുന്നില്ലല്ലോ, അയാൾ ഈ ലോകത്തില്ലല്ലോ. അപ്പൊ ഞാൻ മാനു പറയുന്നതൊക്കെ കേട്ടു. ആകെ എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത് അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിന്ന് പറഞ്ഞിട്ട്. അപ്പൊ റിലേഷൻ ഉണ്ടായിന്ന് പറഞ്ഞപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മാനു എടുത്ത് പറയും, ഇതുപോലത്തെ ഒരു ക്യാരക്ടർ മാനുവിൻ്റെതാണെങ്കിൽ അവൾ ചിലപ്പോ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മെഹനാസിന്റെ ഭാഗത്താണ് തെറ്റ്. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ ഭാര്യ റിഫയ്ക്കും ഇങ്ങനെ സംഭവിച്ചത്. രണ്ടാമത്തെ ഭാര്യ ഒളിച്ചോടി പോയതും മെഹനാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം. സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നതെല്ലാം ഒന്നും സത്യമല്ല. അപ്പൊ നമ്മുടെ ലൈഫ് തന്നെ നോക്കിയാലും ഞാൻ ചിരിച്ചല്ലാണ്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാത്തിലും ചിരിച്ചും കളിച്ചത് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ലൈഫിന്റെ ബാക്കിൽ ഇതുപോലെ കുറെ കഥകൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അതുപോലെ റിഫാന്റെ അവസ്ഥയാണെങ്കിലും ചിരിച്ചിട്ടല്ലാണ്ട് റിഫ വന്നിട്ടില്ല. പക്ഷെ അതിന്റെ ബാക്കിൽ ഇതുപോലെ കുറെ കഥകൾ ഉണ്ടെന്ന് അവർക്കേ അറിയുള്ളൂ. അപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ഒന്നും സത്യമല്ല. ഇതാണ് ബോയ് ഫ്രണ്ടിന്റെ വീഡിയോ. ഇതെനിക്ക് അയച്ചു തന്നിട്ട് വാവായിട്ടുണ്ട്, എടി ഉളുപ്പുണ്ടോടി, എത്ര പേരുടെ കൂടെ കിടന്നു, ഇതുപോലെ ഇതെല്ലാം എനിക്ക് അയച്ചു തന്നതാണ്. പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഇപ്പൊ ചാറ്റിലൂടെ എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് സംസാരിക്കാൻ അത്ര താല്പര്യമില്ല. അതുപോലത്തെ ചാറ്റും വായിന്ന് വന്നത് അമ്മാതിരി വാക്കുകളാണ് വന്നത്. ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പെണ്ണിന്റെ കൂടെ എങ്ങനെ ജീവിക്കാന്ന് പറയാൻ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു വക ക്യാരക്ടർ, ഇതുപോലത്തെ ഒരു സ്വഭാവമുള്ള ക്യാരക്ടറുള്ള പെണ്ണിനെ കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു ക്യാരക്ടർ. കാരണം ഞാനിപ്പോ സൈബറിൽ കേസ് കൊടുത്തു, എന്നെ പറ്റി ഇനി വീഡിയോസ് ഒന്നും ഇടരുത് എന്ന് പറഞ്ഞ് സൈബറിൽ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് വരെ വിളിച്ചു പറഞ്ഞു ഇനി വീഡിയോസ് ഇടരുത് എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ സ്റ്റേഷനിൽ ഉറപ്പ് പറഞ്ഞത്, ഇതുപോലെ നിയമം തെറ്റിക്കുന്ന ഒരു പെണ്ണ് നമുക്ക് അതിനെതിരെ നടപടി എടുക്കാന്നാ പറഞ്ഞത്. ഫോട്ടോ അടക്കം നിങ്ങളുടെ വീഡിയോ അടക്കം പുറത്തു വന്നു എന്ന് പറയുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന ലല്ലു ആണെന്നും ഉറപ്പിച്ച് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അതിനെന്തുത്തരം കൊടുക്കാൻ പറ്റും? അങ്ങനെ ഒരു വീഡിയോ ഇല്ലാലോ. ആകെ ഒരു വീഡിയോ വന്നത് ഞാനിപ്പോ പറഞ്ഞായിരുന്നു, ഞാൻ ജസ്റ്റ് ഒരു ബാഗ് എടുത്ത് ഇറങ്ങി പോകുന്നത്. അതിന്റെ അടിയിൽ വേറെ ഏതോ ഒരു ലല്ലുവിന്റെ ഒരു വീഡിയോ, അതാണുള്ളത്. അത് ഒരുമിച്ചുള്ളതല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ലല്ലുവായിട്ട് ഒരു ബന്ധവും ഇല്ല? ഇല്ല. വെറുതെ അടിച്ചിറക്കിയൊരു കഥ മാത്രമാണ് ഇതെന്നാണ് പറയുന്നത്. അതെ. ഇപ്പൊ മെഹനു വീഡിയോയിൽ പറയുന്നുണ്ട്, സഫ പലതവണയും ഷൂട്ടിനാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ലല്ലുവിനൊപ്പം ഒഴിഞ്ഞാടാനാണ് പോകുന്നത് എന്ന്. അത്തരത്തിലുള്ള ഇപ്പോഴാണ് ഈ പുതിയ കഥകൾ മെനന്ത് കേൾക്കണേ. മെനന് അങ്ങനെ ഒരു കഴിവുണ്ട്, മീൻസ് വളച്ചൊടിച്ച് അത് ശരിയാക്കി എടുക്കാൻ അങ്ങനത്തെ ഒരു കഴിവുണ്ട്. കുട്ടിയായിട്ട് ഇടയ്ക്ക് കൊച്ചിനെ കാണുമ്പോൾ ചെറിയ വിഷമം തോന്നും. ഓക്കെ ആണ്, എന്നാലും അത്ര ഡിപ്രഷനിലേക്കൊന്നും പോകാനുള്ള സ്റ്റേജിലായിട്ടില്ല ഞാൻ. ഓക്കെ ആണ്. കാരണം മാനു ഇതിന്റെ പിന്നിൽ കിടന്ന് ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. കാരണം എന്റെ പഴയ ബോയ് ഫ്രണ്ടിന്റെ കൂടെയുള്ള വീഡിയോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്ത് ഫസ്മിനക്ക് അയച്ചു കൊടുത്ത് ഫസ്മിന അത് എനിക്ക് അയച്ചെന്ന് ഭീഷണിപ്പെടുത്തും. ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കും. ഫസ്മിനെയും ഹെനുവിന്റെ കൂടെ ഒരു പാർട്ടായിട്ടുണ്ട്, ഇവര് കളിക്കുന്നുണ്ട്. ഇവര് രണ്ടാൾ കൂടിയാണ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ആൾക്കാരുടെ മുന്നിലായാലും സോഷ്യൽ മീഡിയയിലായാലും ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നതും സഫയാണ് മോശക്കാരി എന്ന രീതിക്കാണ് എല്ലാവരും എടുത്തിരിക്കുന്ന ഒരു കാര്യം. അപ്പം ഇപ്പൊ മെഹനാസിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു തെറ്റാണ്. മെഹനാസ് അത് സഫിനോട് പറഞ്ഞു എന്നും സഫ പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇല്ല, അങ്ങനെ മീഡിയക്കാരെ എപ്പോഴും എല്ലാരും പറ്റിക്കാൻ പറ്റില്ല. നമുക്കിത് സോൾവ് ആക്കാം. അപ്പൊ ഞാൻ പറയും, ഇത്ര ആൾക്കാരെ അറിയിച്ചിട്ട് എന്നെ മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി സോൾവ് ആക്കാൻ നിന്നാ ഞാൻ ക്ഷമിക്കും തോന്നുന്നുണ്ടോ? അപ്പൊ പറഞ്ഞത് ഞാൻ മീഡിയക്ക് മുന്നിൽ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. എന്റെ ഒരു പഴയ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഉള്ള ഒരു വീഡിയോ മീഡിയക്കാർക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ പലതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി മാപ്പ് പറഞ്ഞെങ്കിൽ ഞാനത് ഒരു പ്രായത്തില്, ഒരു ചെറിയ പ്രായത്തില് ഒരുപാട് അനുഭവിച്ചു എന്ന് സഫ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം ഒറ്റ വാക്കിൽ എങ്ങനെ പറഞ്ഞു തീർക്കും സഫ? അത് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് 23 വയസ്സായിട്ടുള്ളൂ. 23ാമത്തെ വയസ്സിൽ രണ്ടാമത്തെ കല്യാണം, ഫസ്റ്റത്തെ ഡിവോഴ്സായി. സെക്കൻഡാമത്തെ പോലെ കുട്ടിയായിട്ട് തല്ലും പിടിയായിട്ട് പിരിഞ്ഞു. നല്ലൊരു ലൈഫ് വരുമെന്ന് ഹോപ്പ് ചെയ്യുന്നു. ഒറ്റക്കെന്റെ കുട്ടിയായിട്ട് തന്നെ നോക്കാനാണ് പ്ലാൻ.